നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രതിപക്ഷത്തെ നേരിടും മുമ്പേ സ്വന്തം പാർട്ടിയെ നേരിടേണ്ടി വരുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ കോൺഗ്രസിൽ കലാപമോ? സർക്കാരിന് 2 മാസം പോലും തികയുന്നതിന് മുൻപ് പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെക്കാൾ കടുത്ത പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ സ്വന്തം പാളയത്തിൽ നിന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഉയരുന്നത്. പാർട്ടിയെ അവഗണിക്കുന്നു, ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു, നേതാക്കളെയും പ്രവർത്തകരെയും കേൾക്കുന്നില്ല എന്ന വിമർശനങ്ങൾ ഇപ്പോൾ സ്വകാര്യ ചർച്ചകളിൽ മാത്രമല്ല പരസ്യമായും ഉയരുന്നു. മുഖ്യമന്ത്രിയെ വിമർശിച്ച KSU പ്രസിഡന്റിന്റെ മുഖത്ത് പോലും നോക്കാതെ കടന്നുപോയ സംഭവം. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന നേതാക്കളെ ടെലിവിഷൻ ചർച്ചാ പാനലുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന സതീശൻ അനുകൂലികളുടെ ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇതിനിടെയാണ് രാഷ്ട്രീയമായി കൂടുതൽ ശ്രദ്ധ നേടുന്ന മറ്റൊരു സംഭവം. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ പ്രധാന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ ക്ഷണിക്കാതിരിക്കുകയും പരിപാടിയുടെ പോസ്റ്ററുകളിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്തതിലൂടെ KC വേണുഗോപാൽ അനുകൂലികളുടെ ഭാഗത്തുനിന്ന് വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമാണോ നൽകിയിരിക്കുന്നത്? പാർട്ടി പിന്തുണയേക്കാൾ ജനപിന്തുണയാണ് തന്നെ മുഖ്യമന്ത്രിയാക്കിയതെന്ന ആത്മവിശ്വാസം സതീശന്റെ രാഷ്ട്രീയ ശൈലിയെ കൂടുതൽ ദൃഢമാക്കുകയാണോ? അതോ അതേ ആത്മവിശ്വാസം പാർട്ടിക്കുള്ളിലെ അസ്വസ്ഥതയെ കൂടുതൽ രൂക്ഷമാക്കുകയാണോ? പ്രതിപക്ഷത്തേക്കാൾ ശക്തമായ പ്രതിരോധം സ്വന്തം പാർട്ടിയിൽ നിന്ന് നേരിടുന്ന മുഖ്യമന്ത്രി വിമർശനങ്ങളെ തിരുത്തലിന്റെ അവസരമായി കാണുമോ? അതോ എല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകുമോ? കോൺഗ്രസിൽ നടക്കുന്നത് അസാധാരണ അഭിപ്രായ വ്യത്യാസമോ? അതോ അധികാരത്തിന്റെ ആദ്യ മാസങ്ങൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരായ സംഘടിത പടയൊരുക്കത്തിന്റെ തുടക്കമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുമ്പോൾ അതേ നാണയത്തിൽ തന്നെയുള്ള തിരിച്ചടിയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകുന്നത്. KSU സംസ്ഥാന പ്രസിഡന്റിന്റെ മുഖത്ത് പോലും നോക്കാതെ മുഖ്യമന്ത്രി കടന്നുപോയ സംഭവം പോലും ഇന്നുണ്ടായി. അതേസമയം ഗവൺമെന്റ് പ്ലീഡർ നിയമന വിഷയത്തിൽ നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്നാണ് KSUവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. സതീശൻ അനുകൂലികളും KC വേണുഗോപാൽ അനുകൂലികളും തമ്മിൽ നേർക്കുനേർ പോരാട്ടം സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് സതീശൻ പക്ഷത്തിന്റെ ഒരാവശ്യം ഉയർന്നിരിക്കുന്നത്. ടെലിവിഷൻ ചർച്ചാ പാനലുകളിൽ നിന്ന് നേരത്തെ വിമർശനം ഉന്നയിച്ച 2 നേതാക്കളെ, ജിൻഡോ ജോണിനെയും VR അനൂപിനെയും മാറ്റി നിർത്തണമെന്ന ആവശ്യം. ജിൻഡോ ജോൺ ഇന്ന് പരസ്യമായി ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് തന്നെ KSU സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യസ് സേവിയറിന്റെ പ്രതികരണവും ഇന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. ഞങ്ങളുടെ എതിർദിശയിൽ നിന്നുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കൂട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി UDF ഭരിക്കുന്ന ഈ കാലഘട്ടത്തെ ഗവൺമെന്റ് പ്ലീഡറായി കടന്നു വരുമ്പോൾ എന്റെ പ്രവർത്തകർ KS യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഉയർത്തുന്ന വികാരത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് എന്റെ രാഷ്ട്രീയം, ഞാൻ പഠിച്ച രാഷ്ട്രീയം. അത് ഈ സർക്കാരിന്റെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തതൊരു തെറ്റ്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ നേരിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനൊരു വിമർശനമായി കണക്കാക്കേണ്ട കാര്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പോരായ്മ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി, അത് ചൂണ്ടിക്കാണിച്ചു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. വിമർശകരെ പുറത്താക്കണമെന്ന് എന്തിനാണ് സതീശൻ പക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ശ്രീ GV ഹരി, ശ്രീ പണിക്കർ, ശ്രീ ജേക്കബ് ജോർജ് എന്നിവർ ചേരുകയാണ്. ശ്രീ GV ഹരി, എന്താണ് പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഗവൺമെന്റ് പ്ലീഡർ നിയമന വിഷയത്തിലാണല്ലോ അവസാനമായിട്ട് വിവാദം വന്നത്. അതിൽ KSUക്കാർ പറഞ്ഞതിൽ എന്ത് തെറ്റാനുള്ളത്? KSUക്കാർ മാത്രമല്ല, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. ഇപ്പോൾ ജിൻഡോ ജോണിനെ പോലെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലും സജീവമായി നിൽക്കുന്ന ആൾ, അദ്ദേഹവും വിമർശനം ഉന്നയിക്കുകയുണ്ടായി. ഇതൊക്കെ എന്തുകൊണ്ട് മുഖവിലേക്കെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന ചോദ്യം ഉണ്ടല്ലോ. അതോ ഇവിടെ അങ്ങനെ പറയുമ്പോൾ ഇത് KC വേണുഗോപാലിന്റെ പെട്ടിതൂക്കികളാണ് ഇത്തരം വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ള മറുപടിയാണോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നൽകുന്നത്? അത് ശരിയാണോ? അത് നോക്കൂ, ഇതിനകത്ത് നമ്മൾ ആദ്യം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 10 വർഷക്കാലം CPM, കേരളം ഭരിച്ച CPM എന്തുകൊണ്ട് പ്രതിപക്ഷത്തായിപ്പോയി എന്ന് ചോദിച്ചാൽ, അവിടെ തിരുത്തൽ ശക്തികളായി അവരുടെ ഒന്നും പോഷക സംഘടനകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആളുകളോ ഒന്നും നമ്മൾ പറയാറില്ലേ, എതിർവായില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരുപാട് ജനാധിപത്യമുണ്ടെന്ന് ഞങ്ങൾ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. അത് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് അഭിപ്രായം പറയാം, അണികൾക്ക് അഭിപ്രായം പറയാം. ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവാം. ഒരു കാര്യത്തിലേക്കുള്ളൊരു തീരുമാനമെടുക്കുമ്പോൾ ഒരു കാര്യത്തിൽ ഒരാളുടെ ഒരു അപ്പോയിൻമെൻറ്റിലായിക്കോട്ടെ, അതിനകത്ത് ഒരുപാട് ആളുകളെ പരിഗണിക്കാം. ഇതൊക്കെ ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്സിലുണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ ഗവൺമെൻറ് പ്ലീഡർ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായി പുറത്തിറങ്ങിയിട്ടുള്ള ആ ഒരു ഉത്തരവിൽ 2 പ്രധാനപ്പെട്ട മറ്റ് നേരത്തെ SFIയിൽ പ്രവർത്തിച്ചിരുന്ന AVPയിൽ ഉണ്ടായിരുന്ന 2 പേരുടെ പേരുകൾ വന്നപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം അവർ ആ കാലത്ത് 2015-2019 കാലയളവിൽ പ്രവർത്തിച്ചിരുന്ന ആ സമയത്ത് SFIയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇവർ 2 പേരും. ഇപ്പോൾ അവർക്ക് ലോയേഴ്സ് കോൺഗ്രസിന് അംഗത്വം ഉണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയം. അപ്പോൾ അതവർ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അതൊരു ചൂണ്ടിക്കാണിക്കും സ്വാഭാവികമായിട്ട് നമുക്കറിയാം അങ്ങനെ ദാർഢ്യത്തോടു കൂടി പോകുന്നൊരു മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ നേരത്തെ പല കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ തിരുത്തൽ വരുത്തിയല്ലോ. നേരത്തെ ഇതുപോലെ തന്നെ ഗവൺമെൻറ് പ്ലീഡർമാരെ അപ്പോയിൻറ്റ് ചെയ്തപ്പോൾ 2 പ്രധാനപ്പെട്ട ആളുകളെ റിസൈൻ ചെയ്യാൻ മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ട് റെസിഗ്നേഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിനകത്തും ഇത്തരത്തിലൊരു കാര്യം തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിൻ്റെ പരിഹാരം ഉണ്ടാവുന്നതിനാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ അതിൽ മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. അതിലൊന്ന് KSUവിന് എന്താണ് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ കാര്യമെന്ന കാര്യം അദ്ദേഹം KSUവിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഉന്നയിക്കുകയുണ്ടായി. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ മുൻപ് പല പാർട്ടികളിലും പ്രവർത്തിച്ചിട്ടുള്ള ആളായിരിക്കും, പല ആശയധാരയിലും ഉള്ള ആളുകളായിരിക്കും. പക്ഷേ പിന്നീട് അത് കോൺഗ്രസിലേക്ക് അവർ വന്നിട്ടുണ്ടല്ലോ, പല കാര്യങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പല ആളുകളുടെ കാര്യത്തിലും. ഇതാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നോക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആരാണെന്ന് നോക്കിയാൽ മതിയെന്ന്. പക്ഷേ അത് KSUവിന് സമ്മതിക്കാൻ പറ്റുന്നില്ലല്ലോ, അതുപോലെ തന്നെ ഈ വിമർശനം ഉന്നയിക്കുന്നവർക്കും പറ്റുന്നില്ലല്ലോ. നോക്കൂ, ഇതിനകത്ത് മഞ്ജുഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആളല്ല. അദ്ദേഹം KSUയിലൂടെ കടന്നു വന്നത്, KSUകാരനായിരുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചു. അദ്ദേഹം അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ MLA ആയി, KPCCയുടെ ഭാരവാഹിത്വത്തിലേക്ക് വന്നു, അങ്ങനെ AICCയുടെ ഭാരവാഹിത്വത്തിലേക്ക് വന്നു. എല്ലാ സംഘടനാ തലത്തിലൂടെയും കടന്നു വന്ന ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ഇരിപ്പുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും പരിഗണിക്കണം. ഇപ്പോൾ അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്, കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു പാർട്ടിയുടെ ഒരു സംവിധാനത്തിൽ മാത്രം നിന്ന് പ്രവർത്തിക്കുന്ന ആളല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇതര രാഷ്ട്രീയ പാർട്ടികളുണ്ട്, വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ നമുക്കറിയാം ഹിന്ദു ഐക്യമുന്നണിയുടെ നേതാക്കന്മാർ അദ്ദേഹത്തെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം അതിന് സമ്മതിച്ചു. അദ്ദേഹം ആരെയൊക്കെ അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞാലും കാണാൻ അദ്ദേഹം അതിലൊരു തെറ്റുമില്ല. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളെ കാണുന്നതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം കാണുകയും ചെയ്തു, അദ്ദേഹം അത് പറയുകയും ചെയ്തു. പക്ഷേ അതേസമയത്ത് മറ്റൊരു കാര്യമാണ്, PM നിയാസ് KPCC ജനറൽ സെക്രട്ടറിയാണ്. നിയാസ് ഉന്നയിച്ച കാര്യം പ്രസക്തമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഒരു സംഘപരിവാർ ബന്ധമുള്ളയാളെ നിയമിക്കുന്നത് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഉണ്ടായത്. നിയാസിനെ കാണാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയില്ല. നിയാസ് പരസ്യമായിട്ട് പറയുകയുണ്ടായി, ഞാൻ സമയം ചോദിച്ചു, അദ്ദേഹം തന്നില്ല എന്ന്. ഇന്നേ വരെ സമയം കൊടുത്തിട്ടില്ല. അലോഷ്യസ് സേവ്യർ KSU സംസ്ഥാന പ്രസിഡന്റാണ് ഈ GP നിയമന വിഷയം ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹത്തെ സംസാരിക്കാനോ അദ്ദേഹത്തെ കണ്ട ഭാവം നടിക്കുവാനോ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറായിട്ടില്ല. അപ്പോൾ എന്താണ് മുഖ്യമന്ത്രി VD സതീശന്റെ മുഖഭാവം, അദ്ദേഹത്തിന്റെ പ്രവൃത്തി, ഇതെല്ലാം വ്യത്യസ്തമാണ്. അല്ല, വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ പിണറായി വിജയനിൽ നിന്ന് വ്യത്യസ്തമാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒട്ടുമായിട്ടില്ല. അത് തന്നെയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തനാണ്. അല്ല നോക്കൂ, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാടായിട്ട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ അദ്ദേഹം പരിഗണിച്ചിട്ടായിരിക്കും പല തീരുമാനങ്ങളിലേക്കും അദ്ദേഹം എത്തുന്നത്. പക്ഷേ അതേസമയം ഒരു പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് MLA ആയി ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പോഷക സംഘടനകളുടെ നേതാക്കന്മാർ കാണണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തിന് സമയം കൊടുത്തില്ലെങ്കിൽ പോലും അദ്ദേഹം കാണേണ്ടതായിരുന്നു എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യത്തിനകത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം തിരുത്തി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജിൻഡോ ജോണിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ജിൻഡോ ജോൺ സോഷ്യൽ മീഡിയയിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ഓരോ വിഷയത്തിലും അദ്ദേഹം തന്റെ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ചാനൽ ചർച്ചകളിലെ പാനലിൽ നിന്ന് മാറ്റണം, ചാനൽ ചർച്ചകളിൽ വിടരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജു P. നായർ, അദ്ദേഹവും ആ പാനലിൽ ഉള്ളയാളാണ്, സതീശൻ പക്ഷമാണ്. അദ്ദേഹം കത്ത് നൽകിയിരിക്കുകയാണ് KPCC പ്രസിഡന്റിന്. ഇതേക്കുറിച്ച് കൂടി ജിൻഡോ ജോൺ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ജിൻഡോ ജോൺ: അങ്ങനെ ഒരു കത്ത് ഉണ്ടെങ്കിൽ ആ കത്ത് കൊടുത്തയാളോ വാങ്ങിയയാളോ പറയാതെ മാധ്യമങ്ങളിൽ വാർത്തയാകില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു സംഘടനാപരമായ ഒരു നടപടിക്രമം പാലിക്കാതെയുള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അതും പരിശോധിക്കപ്പെടണം. ഇത്തരം വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ സംഘടനാ നടപടി നേരിടാനാണെങ്കിൽ ആർക്കൊക്കെ എതിരെ എടുക്കും, ആർക്കൊക്കെ എതിരെ പരാതി കൊടുക്കും, എത്ര കാലം മുമ്പ് വരെയുള്ള മുൻകാല പ്രാബല്യത്തോടെ നടപടിയെടുക്കും, പരാതി കൊടുക്കും, ആ ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കുറെ കാലം മുമ്പ് ശരിയെന്ന് വിചാരിക്കുകയും സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ ആർജവമുള്ള ചെറുപ്പക്കാരായി വളർന്നു വരണമെന്ന് ഞങ്ങളോട് ഉപദേശിച്ച ആളുകൾ അത്തരത്തിലൊരു പരാതിയുടെ പേരിൽ നടപടിയെടുക്കുകയാണെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ നടപടിയെടുക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം തെറ്റുകാരായി പോകുമല്ലോ, അത് ശരിയല്ല. വ്യക്തിപരമായി ഞാനോ അല്ലെങ്കിൽ മറ്റൊരാളോ തമ്മിലുള്ള തർക്കമല്ലല്ലോ ഇത്. വ്യക്തിപരമായ ഏതെങ്കിലും അതിർത്തി തർക്കമോ അത്തരത്തിലുള്ള പിണക്കങ്ങളോ ഒന്നുമല്ല. ഇത് ആശയപരമായി നമുക്കുള്ള ചില സന്ദേഹങ്ങളാണ്.
അക്കാര്യത്തിൽ ചോദിക്കുമ്പോൾ അത് വ്യക്തിപരമല്ല. ഇതേ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ഞാൻ എഴുതിയ പോസ്റ്റ് എത്രയുണ്ടെന്ന് നിങ്ങൾ എന്റെ പേജ് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അനുകൂലവും പ്രതികൂലമായിട്ട് പറയും. പ്രതികൂലമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. വളരെ വ്യക്തമാണല്ലോ ശ്രീ ജേക്കബ് ജോർജ്, ജിൻഡോ ജോണിന്റെ വാക്കുകൾ. അദ്ദേഹം മുൻകാല പ്രാബല്യത്തോടുകൂടി നടപടിയെടുക്കണം പാർട്ടിയിൽ വിമർശനം ഉന്നയിക്കുന്നവരെ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് മനസ്സിലായല്ലോ, വി ഡി സതീശനെ തന്നെയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പാർട്ടിയിൽ നിന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ വിമർശനം നടത്തിയവരിൽ വി ഡി സതീശനും ഉണ്ടായിരുന്നു. അന്ന് ഹരിത MLA എന്നൊക്കെയായിരുന്നു പേര്. അതെ 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 ഞാൻ ജേക്കബ് സാർ പറഞ്ഞ ശേഷം പറഞ്ഞോളാം. ഞാൻ കുറച്ചും കൂടി ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ ഇത് കണ്ടാൽ കോൺഗ്രസ് ദേശീയ പാർട്ടിയുടെ കേരളത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് KSU. അവിടേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ് ആ സമയം. ഈ പിള്ളേരൊക്കെ KSUവിൽ ചേരുന്നു, ചെറുപ്പക്കാർ കോളേജിൽ കലാലയത്തിലെ രാഷ്ട്രീയം 58 ഒക്കെയാണ് KSUവിൻ്റെ ആരംഭം. അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കേരളത്തിൻ്റെ ചരിത്രത്തെ രാഷ്ട്രീയത്തെ ഒക്കെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്ത ഒട്ടേറെ നേതാക്കൾ, AK ആൻ്റണി മുതൽ അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആൻ്റണി മുതൽ ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെ എത്ര പേരുകളാണ്, PC ചാക്കോ, വയലാർ രവിയാണ് പേരാണ് ആദ്യം പറയേണ്ടിയിരുന്നത്, വയലാർ രവി. അങ്ങനെ എത്രയോ പ്രമുഖരായ നേതാക്കൾ, കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു നിന്ന നേതാക്കൾ KSUവിലൂടെ കടന്നു വന്നാണ് കോൺഗ്രസ്സിലെത്തിയത്. അതുകൊണ്ട് KSU എന്ന സംഘടന, അതിൻ്റെ പ്രസക്തി, അതിൻ്റെ കരുത്ത്, അതിൻ്റെ ശക്തി കേരള രാഷ്ട്രീയത്തിൽ, സാമാന്യേന പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഒരു പങ്ക് വലുതാണ്, വളരെ വലുതാണ്, യാതൊരു സംശയമില്ല. ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിൽ KSUവിന് എപ്പോഴും ഞാനൊരു വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കുറേ അതിൻ്റെ ചരിത്രമൊക്കെ നോക്കിയിട്ടുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇപ്പോഴീ കാണുന്ന എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് SFI ജിയോള എന്ന കുട്ടിയാണ് SFI പ്രവർത്തകയായിരുന്നു. പക്ഷേ 2019 ലോയേഴ്സ് കോൺഗ്രസ് ആ വനിത വക്കീലായി, ലോയേഴ്സ് കോൺഗ്രസ്സിൽ ചേർന്നു, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു. ആ കുട്ടി ആയ കാലം മുതൽ ലോയേഴ്സ് കോൺഗ്രസ്സിലെ അംഗമാണ്. നമ്മൾ കണ്ടാണല്ലോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ മുതൽ എത്രയോ CPMക്കാർ പാർട്ടി വിട്ടിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് MLA ആയി കേരള നിയമസഭയിൽ വന്നുകൊണ്ടിരിക്കുക. ഓർക്കണം, ഒരു പ്രശ്നവുമില്ല. പഠിക്കുന്ന കാലത്ത് SFI ആയിരുന്ന ഒരു കുട്ടി പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്തോ കാരണം കൊണ്ട് പാർട്ടി വിട്ടു, കോൺഗ്രസ് ആയി. അന്ന് മുതൽ KSUവിന് ഒരു ആശങ്കയുണ്ട് സാർ അക്കാര്യത്തിൽ. കാരണം KSUക്കാർ ഇത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്, അവർക്ക് മുൻകാല ചരിത്രം അറിയാവുന്നതാണ്. തിരുവനന്തപുരം ലോ കോളേജിന്റെ ചരിത്രം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു പരിശോധനയെങ്കിലും നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ അവർ പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു KSUക്കാർ പിന്നെ എങ്ങനെയാണ്, എന്തിനാണ് അവരാരോട് പറയും, മറുപടി പറയും, അവരുടെ അണികളോട് എങ്ങനെ മറുപടി പറയും? അത് ശരിയാണ്. ഒപ്പം ഇതൊക്കെ KSUക്കാർ പറഞ്ഞു തന്ന വിഷയം തന്നെയാണ് കേട്ടോ. KSUക്കാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്നെയാണ്. ജിയോള എന്ന പേരുമൊക്കെ KSUക്കാർ പറഞ്ഞു തന്ന തന്നെയാണ്. പിന്നെ ശരത്തിൻ്റെ കാര്യമുണ്ട്. ഒരു ശരത്തിൻ്റെ കാര്യമുണ്ട്, എനിക്കതേക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഒരു മിതമായ തീരുമാനം, ആറ്റിറ്റ്യൂഡ് എടുക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹമാണ് അധികാരത്തിൽ. ഈ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളിലും ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ PM നിയാസിനെ കാണാൻ അനുവദിക്കാത്ത അദ്ദേഹത്തിന് മുഖം കൊടുത്തില്ല. അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്, അദ്ദേഹം അഭ്യർത്ഥിച്ചതാണ് നിയമസഭയിൽ വെച്ചൊന്ന് കാണണമെന്ന്, സമ്മതിച്ചില്ല. ഇല്ല, അത്തരം കാര്യങ്ങളിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ, ഈ സംഘർഷമുണ്ടാക്കുന്ന വിഷയങ്ങളൊക്കെ ഒരു മേശപ്പുറത്തിരുന്ന് വർത്തമാനം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ അലോഷ്യസിനെ അദ്ദേഹം വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യം കണ്ടിരുന്നല്ലോ, മൈൻഡ് ചെയ്തില്ല. അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് എന്താ വിഷയം എന്താ, പ്രശ്നമില്ല, നമുക്ക് പിന്നെ കാണാം കേട്ടോ എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നാമത് ആ വിഷ്വൽ തന്നെ കേരളത്തിലൊരു വലിയ സന്ദേശമായിട്ട് മാറിയേനെ. അതൊക്കെ
നേതാവ് എന്ന് പറഞ്ഞാൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒന്നാം നമ്പർ കാറാണ്, ഒന്നാമനാണ്. ഒന്നാമൻ ഇനി ആരെ പേടിക്കാനാ? ഒന്നാമനാണ്. ആ ഒന്നാമനായിട്ടിരുന്നാൽ എല്ലാവരോടും സംസാരിക്കാൻ ഒരു വലിയ ഇത് സാധ്യത തെളിയുകയാണ്. ആ സാധ്യത വി.ഡി. സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഹിന്ദു ഐക്യവേദി നേതാക്കന്മാരോട് മേശപ്പുറത്തിരുന്ന് വർത്താനം പറയുകയാണ് അദ്ദേഹം. ഹിന്ദു ഐക്യവേദി നേതാക്കളോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇരുന്ന് വർത്താനം പറഞ്ഞു അവരോടൊക്കെ. അതുകൊണ്ട് കേരള സമൂഹത്തിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് സമീപിക്കുന്നവരോട് സംസാരിക്കണം. അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നമൊക്കെ വരും. തന്നെയല്ല, KSU, ഞാനൊരൊറ്റ KSU അല്ലെങ്കിൽ SFI വിദ്യാർത്ഥി സംഘടനകൾ, ഈ രണ്ട് വിദ്യാർത്ഥി സംഘടനകളാണ് കേരളത്തിലെ രണ്ട് മുഖ്യധാരാ പാർട്ടികളുടെ അടിസ്ഥാന കേഡർ എന്ന് തന്നെ പറയാവുന്നത്. ഇതിനൊക്കെ ബലഹീനത വന്നാൽ കേരളത്തിൽ പാർട്ടി ദുർബലമാവും. ശരി, അത് എനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ കരുതാനും പറ്റുകയുള്ളൂ. ഞാൻ പറയട്ടെ, ഉദാഹരണം അദ്ദേഹം വളർന്നു വന്നത് ഏതിലൂടെയാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർക്കണമായിരുന്നു. അപ്പോൾ ശരിയാണ്, ഇപ്പോൾ KSUക്കാർ പറഞ്ഞിട്ട് GP മാരെ നിയമിക്കാൻ പറ്റുകയില്ല, അത് അദ്ദേഹം പറയുന്നത് ശരിയാണ്. പക്ഷേ അത് അവതരിപ്പിക്കുന്നതിൽ ഒരു മിതത്വം പാലിക്കണമായിരുന്നുവല്ലോ. ശരി, ശ്രീജിത്ത് പണിക്കർ, താങ്കളുടെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ എങ്ങനെയാണ്? V.D. സതീശൻ ഇവിടെ മനഃപൂർവ്വം പാർട്ടിക്കാരെ തഴയുന്നുണ്ടോ? എന്നെ തിരഞ്ഞെടുത്തത് ജനങ്ങളാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? അതല്ലെങ്കിൽ ഞാൻ ഒരാളുടെ മാത്രം മുഖ്യമന്ത്രിയല്ല, അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ മാത്രം മുഖ്യമന്ത്രിയല്ല എന്ന ഇമേജ് സ്വയം സൃഷ്ടിച്ചെടുക്കുകയാണോ ചെയ്യുന്നത്? അതോ ഇത് KC പക്ഷവും സതീശൻ പക്ഷവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി കഴിഞ്ഞു? ശ്രീ മഞ്ജുഷ്, ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് സത്യത്തിൽ ഈ ഒരു വിഷയത്തിലല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ജയിച്ചതിന് ശേഷമാണ്. ആ സമയത്ത് തുടങ്ങിയ പ്രശ്നമാണ്. അത് മുഖ്യമന്ത്രി ആരാകും എന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നമാണ്. അപ്പോൾ ആ സമയത്ത് ആരൊക്കെ ചേരിതിരിഞ്ഞ് ഏതൊക്കെ പക്ഷത്ത് നിന്നോ അവരെല്ലാവരും ഇപ്പോഴും ഒരു സർക്കാർ ഉണ്ടാക്കി, ഒരു മുഖ്യമന്ത്രിയുണ്ട്, ഇപ്പോഴും അതാത് പക്ഷത്ത് തന്നെ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നമാണിത്. അതല്ലാതെ ഇത്ര ചെറിയ പ്രശ്നങ്ങൾ, ചെറുത് എന്ന് ഞാൻ പറയുന്നതിന് കാരണം ഇതിൽ എന്തെങ്കിലും ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങളില്ല, പ്രൊഫഷണലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളില്ല, ഇനി നിയമപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളില്ല. അപ്പോൾ വളരെ ഈഗോയുടെ അടിസ്ഥാനത്തിൽ ഒരു പോഷക സംഘടനയ്ക്ക് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് നിയമനം നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ എതിരഭിപ്രായം, അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായമൊക്കെ അവർക്ക് പാർട്ടിയിൽ ഇന്റേണലായിട്ട് പറയാനുള്ള ഒരു സാഹചര്യമുള്ളപ്പോൾ അതിനെ മറികടന്ന് പരസ്യമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇനി അതിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ പുറത്ത് ചേട്ടന്മാർ വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ആൾക്കാർ ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് സമയം ചോദിക്കുന്നത് എന്താണ്? ഇവരുടെയൊക്കെ ഏത് പക്ഷത്താണ് ഇവർ നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കാതെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചർച്ചയിലേക്ക് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിരിക്കുന്ന പ്രശ്നമല്ല. ഇത് കേരളത്തിൽ കോൺഗ്രസിൽ നിലവിലുള്ള രണ്ട് പ്രബല ക്യാമ്പുകളുടെ ചേരിപ്പോരാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെ KC പക്ഷത്ത് നിന്നിരുന്ന ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു. നേരത്തെ സതീശൻ പക്ഷത്ത് നിന്ന ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാറ്റിൽ കാർഡുകൾ ഇറക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു നേതാവ് അഭിപ്രായം പറയുന്നു, അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് മറ്റൊരു നേതാവിന് അഭിപ്രായമുണ്ട്. ഇവരെല്ലാവരും പരസ്യമായിട്ടുള്ള അഭിപ്രായം പറയുകയാണ്. ആദ്യം പറയുന്ന ആളിന് ഇത് പറയാൻ പാടില്ല എന്ന് പറയുന്ന ആൾ തന്നെ ചെയ്യുന്നത് അതിന് അദ്ദേഹം പറയുന്ന ആ ഒരു പ്രസ്താവനയ്ക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. താൻ മറ്റൊരാൾ എന്ത് ചെയ്യരുതെന്ന് പ്രതീക്ഷിക്കുന്നു അത് തന്നെ താൻ ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതിൽ നേരിട്ട് അങ്ങനെ ഒരു പക്ഷം പിടിക്കാനായിട്ട് കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ KSUക്കാരെ സംബന്ധിച്ചിടത്തോളം KSU വിരുദ്ധരായിട്ടുള്ള സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന, ക്യാമ്പസ് സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന സമയത്ത് അവർക്കെതിരെ നിലപാടെടുത്തിരുന്ന, അവർക്കെതിരെ നിലകൊണ്ടിരുന്ന ആൾക്കാർ ഇന്ന് ഒരുപക്ഷെ അവരുടെ കുടുംബ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിലേക്ക് വന്നതിന് ശേഷം അവർ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രൊഫഷണൽ സംഘടനയുടെ അടിസ്ഥാനത്തിലോ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുന്ന സമയത്ത് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവുക, KSUക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവുക, അവരത് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ അസ്വാഭാവികമായിട്ട് ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല. അതവർ പരസ്യമായിട്ട് പറയേണ്ടതുണ്ടോ അതോ അത് ഇന്റേണലി സംസാരിക്കേണ്ടുന്ന കാര്യമാണോ, KPCC അറിയിക്കേണ്ട കാര്യമാണോ എന്നതൊക്കെ സെക്കൻഡറി. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കോൺഗ്രസ്സുകാരോടൊപ്പം മറിച്ച് ചോദിക്കാൻ അല്ലെങ്കിൽ KSUക്കാരോട് മറിച്ച് ചോദിക്കേണ്ടത്, കോൺഗ്രസിൻ്റെ ഒരു സംഘടനയിൽ ഒരാൾക്ക് അംഗത്വം കൊടുക്കാമെങ്കിൽ അതുവഴി കിട്ടുന്ന സ്ഥാനങ്ങളുടെ അവകാശം അത് അവർക്കില്ല എന്ന് പറയാൻ കഴിയുമോ? ഇപ്പോൾ ഉദാഹരണത്തിന് സന്ദീപ് വാര്യർ ഒരു ദിവസം വരെയും BJP ആയിരുന്നു. പെട്ടെന്ന് അദ്ദേഹം പാർട്ടി മാറുന്നു, കോൺഗ്രസിൽ ചേരുന്നു. കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം തന്നെ അദ്ദേഹത്തിനെ KPCCയുടെ ജനറൽ സെക്രട്ടറി ആക്കുന്നു. അതിനുശേഷം ഉടനെ തന്നെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടുന്നു. അദ്ദേഹം ഇപ്പോൾ MLA ആണ്. അലോഷ്യസ് സേവ്യറിന് ഇതേ അഭിപ്രായം അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതായത്
ഇവരാരെങ്കിലും, അതായത് ഈ രണ്ടാൾക്കാർ ഇപ്പോൾ ലീഡർമാരായിട്ട് വന്നിരിക്കുന്നു, ഇവരിപ്പോഴും കോൺഗ്രസിനെ എതിർത്തിട്ട് സംസാരിക്കുന്നുണ്ടോ? ഇവരിപ്പോൾ നേരത്തെ അവർ ഏത് സംഘടനയിലായിരുന്നു ഉണ്ടായിരുന്നത്, ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണോ ഇപ്പോഴും അവർ അഭിപ്രായം പറയുന്നത് എന്നുള്ളതാണ്. അതായത് ഒരാൾ സംഘടന മാറുക, പ്രൊഫഷണലി ഒരു സംഘടനയിൽ ചേരുക, ഈ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ അന്യമല്ല. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് KSUക്കാർക്ക്, ഞാൻ അവർക്ക് അതിൽ പരാതി പറയാനുള്ളവരുടെ ഒരു ലെജിറ്റിമസിയെ ഞാൻ മാനിക്കുന്നു, പക്ഷെ സ്റ്റിൽ എന്തുകൊണ്ടത് തെറ്റാകുന്നു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതിന്റെ ഒരു ബാധ്യത അവർക്കുണ്ട്. ശരി, അതായത് അത്ര വലിയ വിഷയമൊന്നുമല്ല, പരിഹരിക്കാൻ പറ്റാത്ത വിഷയമൊന്നുമല്ല, പരസ്പരം സംസാരിച്ച് തീർക്കാവുന്ന ഒരു വിഷയമാണ്. പക്ഷേ കാര്യങ്ങൾ താങ്കൾ പറയുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആര് മുഖ്യമന്ത്രിയാകും എന്നതിൽ തുടങ്ങിയ തർക്കം തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ മറ്റൊരു വിശാല അർത്ഥത്തിലേക്ക് പോകുന്നത്. അതിന് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. ഉമ്മൻചാണ്ടി അനുസ്മരണം നാളെ നടക്കാൻ പോവുകയാണ് പുതുപ്പള്ളിയിൽ. ആ പോസ്റ്റർ ശ്രദ്ധിക്കുക. അതിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇല്ല. അതായത് അനുസ്മരണത്തിലെ പ്രധാന ചടങ്ങിൽ പല പരിപാടികളുണ്ട് സ്മൃതി ദിനത്തിൽ, പക്ഷേ അതിലെ പ്രധാന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ്റെ ഫോട്ടോ ഇല്ല. ശ്രദ്ധിച്ചാൽ അറിയാമല്ലോ. അതായത് അദ്ദേഹത്തിന് ക്ഷണമില്ല എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ ക്ഷണിച്ചിട്ട് അദ്ദേഹം ആ സമയത്ത് തനിക്ക് അസൗകര്യമുണ്ട് എന്ന് അറിയിക്കുകയായിരുന്നു. എന്തായാലും അവിടെ ആരുടെ ഫോട്ടോകളാണ്? KC വേണുഗോപാലാണ്. ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രാധാന്യം കിട്ടിയിരിക്കുന്നത് KC വേണുഗോപാലിനാണ്. നോക്കൂ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസിൽ ഈ ഒരു ചേരിപ്പോര്, നമ്മൾ ചേരിപ്പോരെന്ന് പറയും, ശ്രീ GV ഹരിയെ പോലെയുള്ള ആൾക്കാർ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയും. സത്യത്തിൽ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമാണോ ചേരിപ്പോരാണോ എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ BS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു ചടങ്ങ് നടക്കുകയാണെങ്കിൽ അവിടേക്ക് പിണറായി വിജയന് അദ്ദേഹത്തിന് അവിടെ ചെല്ലാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ, അദ്ദേഹം ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം അതിൽ കാണുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്ഷണമില്ല, അല്ലെങ്കിൽ അദ്ദേഹം ക്ഷണം നിരസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ഇടതുപക്ഷത്തുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ടാണോ വിലയിരുത്തുക, അതോ ചേരിപ്പോര് എന്ന നിലയ്ക്കായിരിക്കുമോ? അപ്പോൾ ഇതിൽ ചില രാഷ്ട്രീയ മര്യാദകളുണ്ട്, ചില മുന്നണി മര്യാദകളുണ്ട്, ചില പാർട്ടി മര്യാദകളുണ്ട്. അതൊക്കെ തന്നെ ഇവർ പാലിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ അലോഷ്യസ് സേവ്യറിനോട് മുഖം കൊടുക്കാതിരിക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അലോഷ്യസ് സേവ്യർ ചെയ്തിരിക്കുന്നത് എന്താണ് എന്നത് കൂടി പരിഗണിക്കാതെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പം നേരത്തെ ഉണ്ടായിരിക്കുന്ന പ്ലീഡർ വിഷയം നമ്മൾ കണ്ടിട്ടുള്ള വിഷയമുണ്ടല്ലോ. അതിൽ ഒരു പ്രധാനപ്പെട്ട കേസ് വന്നത് സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിഭാഷകനായിരുന്ന ഒരാളിന് സർക്കാരിൻ്റെ വക്കീലായിട്ട്, ദേവസ്വത്തിൻ്റെ വക്കീലായിട്ട് അവിടെ അദ്ദേഹത്തിന് ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നു. അങ്ങനെ ഒരു കേസ് വന്നു. ആ കേസിൽ ഒരു മെറിറ്റ് ഉണ്ടായിരുന്നു. അതായത് അവിടെ ധാർമ്മികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അവിടെ അതായത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇതൊരു സംഘടനയുടേത് മാത്രമായിട്ടുള്ള ഒരു അഭിപ്രായം. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് അലോഷ്യസ് സേവ്യറിനോടും മറ്റുള്ള ആൾക്കാരോടും ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ ഈ പറയുന്നത് ഒരു ആള് ആ പാർട്ടി വിട്ട് വേറൊരു പാർട്ടിയിൽ, ഇപ്പോൾ കോൺഗ്രസിൽ വന്ന് ചേർന്നതിന് ശേഷം അംഗത്വം കൊടുക്കാമെങ്കിൽ പിന്നീടുള്ള സ്ഥാനമാനങ്ങൾക്ക് അവർക്ക് അർഹതയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇവർ ഒന്നാമത് തീർക്കേണ്ടത് സന്ദീപ് വാര്യരെയാണ്. കാരണം സന്ദീപ് വാര്യർ അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ വന്നിട്ട് ഇന്നല്ല വേണ്ടതെങ്കിൽ ശരി കുറെ കാലം കഴിയണം. ഇപ്പോൾ ഈ പറയുന്നത് കേട്ടത് എനിക്കറിയില്ല, ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ പറയുന്നത് കേട്ടിട്ട് നേരത്തെ തന്നെ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ മെമ്പർഷിപ്പ് കിട്ടിയിരുന്നു. ഇന്നലെയോ ഒന്നും അല്ല ഈ കോൺഗ്രസിന്റെ സംഘടനകളിൽ മെമ്പർഷിപ്പ് കിട്ടുന്നത്, ലോയേഴ്സ് കോൺഗ്രസിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾക്ക് അർഹതയുള്ളത് എന്നതിനെക്കുറിച്ച് അലോഷ്യസ് സേവ്യർ അങ്ങനെയാണെങ്കിൽ ഒരു അഭിപ്രായം പറയണം. അതേ യാർഡ് സ്റ്റിക്ക് ഇവിടെ സന്ദീപ് വാര്യർക്ക് മാനദണ്ഡമാകുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. കോൺഗ്രസിന് പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് G സുധാകരനും B കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഒക്കെ ഇത് ബാധകമാണോ എന്നുള്ളത് നോക്കണം. PK ശശിക്ക് ഇത് ബാധകമായിരുന്നോ എന്നുള്ള ഒരു കാര്യം ചോദിക്കണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ സിംഗിൾ ഔട്ട് ചെയ്തിട്ട് ഒരാളിനെ മാത്രം അതൊരു വിഷയമാക്കുകയും ആ വിഷയത്തിൽ നിങ്ങൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കുകയും ചെയ്യുമ്പോൾ അതിൽ ധാർമ്മികതയില്ല. ധാർമ്മികതയുണ്ടെങ്കിൽ ഒറ്റ സ്കെയിൽ ഉണ്ടായിരിക്കണം, ആ സ്കെയിൽ എല്ലായിടത്തും ബാധകമായിരിക്കണം. അതല്ല എങ്കിൽ ഇവരിവിടെ തെളിവ് സഹിതം വന്ന് പറയേണ്ടത്, നോക്കൂ ഇവർ പണ്ട് മാത്രം KSU ഇതര പ്രവർത്തകരായിരുന്നില്ല, ഇവർ ഈ പാർട്ടിയിൽ ചേർന്ന് അല്ലെങ്കിൽ ഈ ഒരു സംഘടനയിൽ അംഗത്വം എടുത്തതിന് ശേഷവും നിരന്തരമായിട്ട് ഇവർ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയാണ്, കോൺഗ്രസ് നേതാക്കളെ അവർ കുറ്റപ്പെടുത്തുകയാണ്, അവരുടെ പഴയ പാർട്ടി ഏതാണോ ആ പാർട്ടിയുടെ അഭിപ്രായത്തിനെ തന്നെ അവരിപ്പോഴും ഫർദർ ചെയ്യുകയാണ്. അങ്ങനെ ഒരു കേസ് അവർക്കില്ല, അങ്ങനെ അവർ പറയുന്നില്ല. ഇവരെല്ലാം പറയുന്നത് എന്താണ്, പണ്ട് KSUകാരെ ആക്രമിച്ചിട്ടുള്ള ആളുകളാണ് ഇവർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ KSUകാർക്കെതിരെയുള്ള കേസുകളിൽ ഹാജരായിട്ടുള്ള ആളാണ്, ഇതൊക്കെയാണ് അവരുടെ വാദം. പക്ഷേ ശ്രീജിത്ത് പറഞ്ഞ ആ കാര്യത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് ഈ പ്രശ്നമൊന്നുമല്ല, ഇത് ഈ തമ്മിൽ പോര് തന്നെയാണ്. ശ്രീ GV ഹരി, ആർക്കും മനസ്സിലാകും ഇത് KC പക്ഷവും സതീശൻ പക്ഷവും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ, ചേരിപ്പോര് എന്ന് ഇതിനെ പറയാം. നോക്കൂ മഞ്ജുഷേ, ഞാനിപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യത്തെക്കുറിച്ചാണ് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾ പറഞ്ഞു ഇതിനകത്ത് രാജു P നായർ സതീശൻ പക്ഷത്തും അതോടൊപ്പം VR അനൂപും അതോടൊപ്പം ജിൻഡോ ജോണും ഒക്കെ തന്നെ KC പക്ഷത്തിൻ്റെയും വക്താക്കളാണെന്നാണ്. നോക്കൂ ഞങ്ങളൊക്കെ, ഇപ്പം ഞാനടക്കം, ഞങ്ങൾ KPCC അല്ലെങ്കിൽ APCCയുടെ വക്താക്കളാക്കുന്നത് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ
മീഡിയ കമ്മിറ്റിയാണ്. ആ മീഡിയ കമ്മിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള ലിസ്റ്റിൽപ്പെട്ട ആളുകളെയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ വക്താക്കളായിട്ട് പാർട്ടി ചാനലിൽ പോകുന്നത്. താങ്കൾക്ക് പറയാവുന്ന പോലെ നേരത്തെ ഉണ്ടായിരുന്നൊരു സംവിധാനമല്ല, അതൊരു സെൻട്രലൈസ്ഡ് ആയിട്ടൊരു സംവിധാനമാണ് പാർട്ടി നൽകുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ വന്നത് എന്നോടൊന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക പക്ഷത്തെന്നല്ല, ഞങ്ങൾ പറയുന്ന പക്ഷം എന്ന് പറയുന്നത് പാർട്ടിയുടെ നിലപാടാണ്. അപ്പോൾ അതിനകത്ത് വി ഡി സതീശൻ പക്ഷത്തുനിന്നോ അല്ലെങ്കിൽ കെ സി പക്ഷത്തുനിന്നോ ഒക്കെ നിങ്ങൾക്ക് ആരോപിക്കാമെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ള പാർട്ടി നിലപാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. കെ എസ് യുവിൻ്റെ നിലപാട് പറയാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞതിനകത്ത്, ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതാണെങ്കിലും താങ്കൾ പറഞ്ഞതിനാണെങ്കിലും അതിനകത്തുള്ള കാര്യങ്ങളിനകത്ത് നമുക്ക് പറഞ്ഞവർ അത് ശരിയായിരിക്കാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രശ്നം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാടിനകത്ത് ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ പാർട്ടി നിലപാട് എന്ന് പറയുന്നത് ആർക്കും അഭിപ്രായം പറയാം എന്നുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ അഭിപ്രായം പറഞ്ഞ ആളിനെതിരെ, ആളുകൾക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ പാനലിൽ തന്നെയുള്ള ഒരാൾ രാജു പി നായർ കത്ത് കൊടുക്കുമ്പോൾ രാജു പി നായർക്കെതിരെയല്ലേ നടപടി വേണ്ടത്? കാരണം പാർട്ടി നിലപാടാണല്ലോ. രാജു പി നായർ കത്ത് കൊടുത്തു എന്ന് പറഞ്ഞവർക്കെതിരെ നടപടി എടുക്കാനൊന്നും പോകുന്നില്ല. അതൊക്കെ രാജു പി നായർക്ക് കത്ത് കൊടുക്കാനുള്ള അവകാശമുണ്ട്. അത് പറഞ്ഞത് കൊണ്ട് രാജു പി നായർ കത്ത് കൊടുത്തതോടുകൂടി ഈ വിഷയം ഉന്നയിക്കുന്നു പാർട്ടി. അങ്ങനെ നിങ്ങൾ കാണുന്നതുകൊണ്ടാണത്. രാജു പി നായർ എന്ന് പറയുന്ന പാർട്ടിയുടെ വക്താവ്, പാർട്ടിയുടെ DCCയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നലുണ്ടായി. അദ്ദേഹം ഇത് ഒരു കത്ത് കൊടുത്തു, ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുകയില്ല എന്നുള്ളത് പാർട്ടി നടപടി എടുക്കത്തില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അനൂപിൻ്റെ അഭിപ്രായം പറഞ്ഞു, ജിൻഡോയുടെ അഭിപ്രായം പറഞ്ഞു, രാജുവിൻ്റെ അഭിപ്രായം പറയുന്നു. അപ്പോൾ അതുപോലെ എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ പാർട്ടിയിൽ. പക്ഷേ ഇപ്പം ഞാൻ ഈ വക്താവ് എന്ന് പറയുന്ന നിലയിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് പാർട്ടിയുടേതായിട്ടുള്ള ലൈനാണ്. ഞാൻ ഈ പാർട്ടി ഇതിനകത്ത് വരുന്നതിന് മുമ്പ് പാർട്ടി ലൈൻ എന്താണെന്ന് അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. പാർട്ടിയുടെ ലൈൻ ഇതാണ്. അഭിപ്രായം പറയാനുള്ളവർക്ക് അഭിപ്രായം പറയാം. അതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് തീരുമാനിക്കാൻ ഗവൺമെൻറ് റൈറ്റ് ഉണ്ട്, അല്ലേ? ഗവൺമെൻറ് റൈറ്റ് ഉണ്ടല്ലോ. ആ ഗവൺമെൻറ് റൈറ്റ് അദ്ദേഹം പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, അതിനകത്ത് ഞാൻ പറഞ്ഞൊരു തിരുത്തം എന്താണ്? മുഖ്യമന്ത്രി ആണ് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല, പാർട്ടി പ്രസിഡന്റ് അല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായി മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹമായിരിക്കണം ഒരു കൺസെൻസസിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള മുൻകൈ എടുക്കേണ്ടതാണ്. സംശയം അക്കാര്യത്തിൽ അല്ല, ഞാൻ അതാ പറഞ്ഞു വരുന്നത്. അങ്ങനെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നടക്കാത്തത് കൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത്. നടക്കണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ഒരു സംശയവും അല്ല, നടക്കുന്നുണ്ടോ ഇല്ലയോ. ഞാനാണ് പറഞ്ഞത് ചർച്ച വരിക എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ അങ്ങനെ ചർച്ച നടന്നു. അത് ഞാൻ പറയട്ടെ. അത് ഇറ്റ്സ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഗവൺമെൻറ്. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ പ്രസിഡന്റ് ഈ ക്യാബിനറ്റിൻ്റെ ഭാഗമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. പാർട്ടിയുടെ 2 വർക്കിംഗ് പ്രസിഡന്റുമാർ ഈ ക്യാബിനറ്റിൻ്റെ ഭാഗമാണ്. നിലവിൽ ഞാൻ പറയുന്നത് അത് PC വിഷ്ണു ആണെങ്കിലും ശ്രീ AP അനിൽകുമാർ ആണെങ്കിലും വർക്കിംഗ് പ്രസിഡന്റുമാരും പ്രസിഡന്റും ഈ ക്യാബിനറ്റിൻ്റെ ഭാഗമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, പാർട്ടിയോട് അഭിപ്രായം ചോദിക്കാതെ അവർ മുന്നോട്ട് ഏതെങ്കിലും ഒരു മന്ത്രി അത് തെറ്റാണെന്ന് പറഞ്ഞ താങ്കൾ കേട്ടോ? ഇല്ലല്ലോ. ശ്രീ AP അനിൽകുമാർ പറഞ്ഞത് ഈ പരാതി ഉന്നയിച്ചയാൾ പറയുകയുണ്ടായി, മന്ത്രിമാർക്ക് ഈ ആ പരാതി ഉന്നയിച്ച നിയാസിന്റെ അതേ അഭിപ്രായമായിരുന്നു. പരസ്യമായിട്ട് ഉന്നയിച്ചു കഴിഞ്ഞാൽ കൂട്ടുത്തരവാദിത്തത്തിന്റെ പ്രശ്നമാണ്. അദ്ദേഹത്തിന്റെ നിലപാടാണെന്നേ. അദ്ദേഹം ഒരു തെറ്റ് തിരുത്തി കാണിക്കാൻ. ഇപ്പൊ PM നിയാസ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ശ്രീ PM നിയാസ് പറഞ്ഞു ഇദ്ദേഹത്തിന് എന്താണ് സംഘപരിവാർ ബന്ധമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യരുത് എന്ന് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അത് പാർട്ടി കേരളത്തിൽ പിന്നെ ആരും അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞു കേട്ടോ? താങ്കൾ കേട്ടോ? എവിടെയെങ്കിലും കേട്ടോ? ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഔദ്യോഗിക മേഖല കേട്ടോ? ഇല്ല. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കേട്ടോ? സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ സാധനങ്ങൾ വരുന്നു? അത് ജിൻഡോ ജോണിന്റെ അഭിപ്രായം പറയാം. പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ടതാണ്. പാർട്ടിയുടെ പാനലിലുള്ള ആളാണ്. പക്ഷെ ആത്യന്തികമായി പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ടത് പാർട്ടി പ്രസിഡന്റാണ്. പാർട്ടി പ്രസിഡന്റും ഞാൻ പറയട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയുടെ നിലപാടിനകത്ത് പാർട്ടിക്ക് നിലപാട് ഇതാണ്. പാർട്ടി പറയുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതല്ല. പാർട്ടി പറയുന്ന നിലപാട്, പാർട്ടിയുടെ നിലപാട് തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ്, അതിന്റെ മുഖ്യമന്ത്രി അത്തരത്തിലൊരു കൺസെൻസിന്റെ സമീപനം എടുത്ത് തന്നെ മുന്നോട്ട് പോകണം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം എനിക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ ഒരു സമയം ചോദിച്ചു, നാളെ എനിക്ക് കാണണം. അദ്ദേഹം നാളെ ഒരുപാട് തിരക്കുള്ള ആളായിരിക്കാം. അപ്പൊ അദ്ദേഹം പറയണം നാളെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെ കാണാൻ പറ്റില്ലെന്നാണോ? താങ്കൾ ഏതെങ്കിലും വിമർശനം ഉന്നയിച്ചിട്ട് നാളെ എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അനുമതി കിട്ടില്ല. ഞാൻ ഉറപ്പിച്ച് പറയാം, കിട്ടില്ല. PM നിയാസിന് കിട്ടിയില്ല, അലോഷ്യസ് സേവകന് കിട്ടിയില്ല, GV ഹരിക്കും കിട്ടുകയില്ല. GV ഹരി KC പക്ഷമാണ്. ശരി, ഒറ്റ മിനിറ്റ്. എനിക്ക് എന്റേതായ പക്ഷങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ തുറന്നു പറഞ്ഞ ആളല്ലേ, അതിനകത്ത് എന്താ സംശയമുള്ളത്? പക്ഷെ ഞാനിവിടെ വന്നിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പക്ഷം മാത്രമല്ല. അത് ഏത് കാര്യത്തിലാണ്? ആ ഒരു വിഷയത്തിൽ എൻ്റെ പക്ഷം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ആ വിഷയം കഴിഞ്ഞു. അത് ശ്രീ കെ സി വേണുഗോപാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ഇത് പറഞ്ഞിട്ടില്ലോ, ആരൊക്കെയാണോ കെ സി പക്ഷത്ത് ഉണ്ടായിരുന്നത് അവർ ആ പക്ഷത്ത് തന്നെ ഉറച്ചു നിന്ന് പോരാട്ടം തുടങ്ങി കഴിഞ്ഞു. അല്ല, ഒരു മിനിറ്റ്. ആരൊക്കെയാണോ സതീശൻ പക്ഷത്ത് ഉണ്ടായിരുന്നത് അവരും ആ രണ്ടാമതൊരു വിഷയം ഇവിടെ മഞ്ജുഷ പറഞ്ഞത് നാളത്തെ മുഖ്യമന്ത്രി നമുക്കറിയാവുന്ന ഉമ്മൻചാണ്ടി സാറുമായി ബന്ധപ്പെട്ട അനുസ്മരണ ചടങ്ങിലാണ്. നോക്കൂ, അത് ആരാണ് പറഞ്ഞിരുന്നത്? മുഖ്യമന്ത്രിയേക്കാൾ മുകളിലുള്ള ഒരാളെയാണ് വിളിച്ചിരിക്കുന്നത്. ആരാണ് അദ്ദേഹം? ഈ ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഈ രാജ്യത്ത് പാർട്ടിയെ നയിക്കുന്ന ആളാണ്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ പടയെ വെക്കുള്ളൂ. എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടെന്നേ, അവരൊക്കെ അദ്ദേഹത്തിന്റെ താഴെയാണ്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അദ്ദേഹത്തെ കാണാൻ എത്രയോ മുഖ്യമന്ത്രിമാർ വരുന്നു. എല്ലാ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിയെക്കാൾ മുഖ്യമന്ത്രി മാത്രമല്ല, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെല്ലാം അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് ഒരു പരിപാടി സംശയം എന്താ? നിങ്ങൾ എഴുതി വെച്ചു, അതിനെ ഇപ്പൊ അടിവരയിട്ടോ, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഘടനാപരമായി പ്രവർത്തിക്കുന്ന KPCCയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് സംശയം വല്ലതും ഉണ്ടോ? അതിനകത്ത് ആ സ്ഥാനം, അദ്ദേഹത്തിന്റെ സ്ഥാനം ഇപ്പോൾ അലങ്കരിക്കുന്ന സ്ഥാനം അതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ പരിപാടിയിൽ വിളിച്ചു. ഇനി അത് പുതുപ്പള്ളിയിലെ പരിപാടിയാണ്. നാളെ KPCC ഔദ്യോഗിക പരിപാടിയുണ്ട്. ആ KPCC ഔദ്യോഗിക പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തേക്കാം. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ചാനലിനകത്ത് ഈ ചാനലിന്റെ CEO ഒരു പരിപാടിക്ക് വരുന്നാൽ മഞ്ജുഷിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. അപ്പൊ ഇവിടെ നിങ്ങളുടെ പാർട്ടിയുടെ CEO ആണ് അദ്ദേഹം. അങ്ങനെയാണ്, ആ തരത്തിൽ തന്നെ കണ്ടാൽ മതി, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ അദ്ദേഹത്തെയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി പ്രോട്ടോകോൾ അതാണ്. ആ പ്രോട്ടോകോൾ എന്ത് പ്രോട്ടോകോൾ? എന്ത് പ്രോട്ടോകോൾ? എനിക്ക് മനസ്സിലായില്ലോ. ഒരു പ്രോട്ടോകോളും ഇല്ല. എന്ത് പ്രോട്ടോകോളാണ്? സംസ്ഥാന മുഖ്യമന്ത്രിയേക്കാൾ മുകളിലാണോ KC വേണുഗോപാൽ? എനിക്കറിയില്ല. ജേക്കബ് ജോർജ്, താങ്കൾ ഈ കോൺഗ്രസ് രാഷ്ട്രീയം അരച്ചു കലക്കി കുടിച്ച ആളാണ്. പാർട്ടിയുടെ പ്രോട്ടോകോളിൽ അദ്ദേഹം തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ള ആൾ. ഒരു സംശയം വേണ്ട. മല്ലികാർജ്ജുന ഖാർഗെയും ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ രാഹുൽ ഗാന്ധിയും കഴിഞ്ഞാൽ മൂന്നാമനായി തന്നെ ഒരു സംശയം വേണ്ട. അദ്ദേഹത്തിന്റെ സ്ഥാനം ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയാം, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായി അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് തന്നെ, അത് മുഖ്യമന്ത്രി അടക്കം പറയും, അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. അതിനകത്ത് ഒരു സംശയം വേണ്ട. അല്ലല്ല, ഞാൻ പറയാം. കേരളത്തിന്റെ ഒരു മുൻ മുഖ്യമന്ത്രി സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു അനുസ്മരണം നടക്കുമ്പോൾ, സർക്കാരിന്റെ പരിപാടിയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ നടക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കെ ആ മുഖ്യമന്ത്രിയെ പുതുപ്പള്ളി പഞ്ചായത്തിൽ പോലും കണ്ടേക്കരുത് എന്നുള്ള ചിന്ത കൊണ്ടുവരുന്നത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ കാണരുത് എന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ VD സതീശനെ കണ്ടേക്കരുത്. ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. പിന്നെ എന്താണ് അദ്ദേഹത്തിന് ഇത് മാത്രം ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പരിപാടി മാത്രമാണോ? ഞാൻ നാളെ രാവിലെ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയുണ്ട്. ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ നമുക്കറിയാവുന്ന ഒരു രക്തദാന ക്യാമ്പുമായി ബന്ധപ്പെട്ട ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ്. അങ്ങനെ ഒരുപാട് പരിപാടികളുള്ള നാളെ ഉമ്മൻചാണ്ടിയുടെ ഏതെങ്കിലും പരിപാടിയിൽ VD സതീശൻ പങ്കെടുത്താൽ മതി എന്നാണ്. അത് സർക്കാരിന്റെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിന് 100% നല്ല സ്വീകരണം കൊടുത്തു തന്നെ അദ്ദേഹത്തിന് അവിടെ വരാല്ല. എന്താ പ്രയാസമുള്ളൂ? അങ്ങനെ അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ്. നിങ്ങൾ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതല്ലാതെ ഞങ്ങളുടെ പാർട്ടിയിൽ അല്ല. ഈ പോസ്റ്ററിൽ VD സതീശന്റെ പടമില്ല. അതിന് താങ്കൾ നൽകിയിരിക്കുന്ന വ്യാഖ്യാനം ആ പരിപാടിയിൽ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ശ്രീ KC വേണുഗോപാലിനെ ആ പരിപാടിയിൽ ക്ഷണിച്ചിട്ടുണ്ട്. അത് ഉദ്ഘാടകനായി ക്ഷണിച്ചിട്ടുണ്ട്. അത് ചാണ്ടിയൂമിനോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ചാണ്ടിയൂമിനോട് ചോദിക്കണം. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അതായത് അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്ദേഹമാണ്, ഞങ്ങൾ പത്രക്കാരൊക്കെ അല്ലേ, മഞ്ജുഷും ഞാനും ഒക്കെ എത്രയോ കാലമായിട്ട് കോൺഗ്രസ് തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. അവിടെ KC വേണുഗോപാൽ ആ വേദിയിലിരിക്കുമ്പോൾ അവിടെ സതീശൻ വരുന്നത് ശരിയല്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ടോ? അങ്ങനെയൊക്കെ അല്ല, വേണുഗോപാലിന് താഴെയായിരിക്കണം സതീശൻ എന്നാണ്. അതെ അതെ. സംഘടനാ ചുമതല സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം മഞ്ജുഷിന് സംഘടന എങ്ങനെയാണ് അതിന്റെ ഒരു സംവിധാനം ചട്ടക്കൂട് എന്നുള്ളത് അറിയാത്ത ആളാണ്. അല്ല, ഞാൻ പറയട്ടെ, ചർച്ചയുടെ ഭാഗമായി താങ്കൾ എന്നൊക്കെ പറയുന്നുള്ള കാര്യം എനിക്ക് വിശ്വാസമില്ല. എനിക്കറിയില്ല. അങ്ങനെ കേരളത്തിൽ മുഖ്യമന്ത്രി KC വേണുഗോപാലിന്റെ താഴെ ഇരിക്കണമെന്ന് അടുത്ത ആഴ്ച മുതൽ സംഭവിക്കുന്ന ഒരു കാര്യം കൂടെ അഡ്വാൻസ് ആയിട്ട് പറയാം. അടുത്ത ആഴ്ച മുതൽ AICCയിലെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട PCC പ്രസിഡന്റുമാരുടെ യോഗം ഡൽഹിയിൽ വിളിപ്പിച്ചിട്ടുണ്ട്. ആരെ വിളിപ്പിച്ചെന്നറിയാമോ? ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് വിളിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ മീറ്റിംഗ് വിളിക്കുമ്പോൾ അവരെല്ലാം പങ്കെടുക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം? അദ്ദേഹം വഹിക്കുന്ന പദവിയാണ്. അദ്ദേഹത്തിൻ്റെ പദവി അതാണ്.
അപ്പൊ സംഘടനയുടെ ചുമതല വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ സംഘടനാപരമായിട്ടുള്ള കാര്യമാണോ? സർക്കാരിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഒന്നാമനാകും. ഞങ്ങൾക്ക് ആരും സംശയമൊന്നുമില്ല. ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടനാപരമായിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്നത് KPCC-യിൽ. ഞാൻ പറഞ്ഞ പുതുപ്പള്ളിയിലെ കാര്യമാണ്. പുതുപ്പള്ളിയിലെ പരിപാടി വ്യത്യസ്തമായ എന്തൊക്കെ പറഞ്ഞാലും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം നടക്കുമ്പോൾ, പുതുപ്പള്ളിയിൽ നടക്കുമ്പോൾ, അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്ന പള്ളിക്കടുത്താണ്, പുതുപ്പള്ളി പള്ളിക്കടുത്താണ്. അത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പരിപാടിയാണ്. ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്താ കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി അന്യനാണോ ഹരി? അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ടോ അറിയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാ പരിപാടിയിലും മുഖ്യമന്ത്രിയെ വിളിക്കണം എന്നൊന്നും ഒരു നിർബന്ധവും ഒരിടത്തുമില്ല. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നാളത്തെ KPCC-യുടെ പരിപാടിയിലുണ്ട്. അദ്ദേഹത്തെയാണോ ആ പരിപാടിയിൽ ക്ഷണിച്ചിരിക്കുന്നത് എന്നത് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഒരു കാര്യം, ഈ പുതുപ്പള്ളിയിൽ നടക്കുന്ന പരിപാടിയുടെ അതാണ് നമ്മുടെ വിഷയം. അവിടെ ആ പുതുപ്പള്ളിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി VD സതീശന്റെ പേരും ഫോട്ടോയും ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അത് ഒരു വാർത്തയാണ് ഹരി. വേറെ എത്രയോ പരിപാടി നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. പറയുന്ന സമാധാനം എന്താ? നാളെ KPCC നടക്കുന്നുണ്ട്. ഒരുപാട് പരിപാടി ഉണ്ടെന്ന്. ഒരുപാട് പരിപാടി എന്തിനു പറയും? ഈ സർക്കാർ നടത്തിക്കൂടി മുൻ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള പരിപാടി? അതെന്താ ആരും പറയാത്തത്? മുൻ മുഖ്യമന്ത്രിയുടെ പേരിൽ ഇങ്ങനെ നാളെ അനുസ്മരണത്തിൽ എന്തുകൊണ്ട് സർക്കാർ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നില്ല? ഞാൻ ഒരു കാര്യം പറയാം. 10 വർഷത്തിന് ശേഷം കോൺഗ്രസിന്റെ കൈ കിട്ടിയ ഭരണമാണ്. അതെ, ഇതൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നതൊക്കെ ഞാൻ ഒരു ദുഷ്ടബുദ്ധിയോടുകൂടിയല്ല പറയുന്നത്. സാക്ഷാൽ പിണറായി വിജയനെ പുറത്തെടുത്ത് കളഞ്ഞ കേരളമാണിത്. ഒരൊറ്റ വോട്ടിലൂടെ ഈ ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ വോട്ട് കുത്തി. 10 വർഷത്തിന് ശേഷം മൂന്നാം ഭരണത്തിന് വേണ്ടി കാത്തിരുന്ന ഗവൺമെൻറ്റിനെയും CPM-നെയും അതിൻ്റെ നേതാവിനെയും പുറത്താക്കി കേരള ജനം. ഓർക്കരുത് ചരിത്രം, കേരള രാഷ്ട്രീയ ചരിത്രം ഓർക്കണം. കെ കരുണാകരനെ ചെറുപ്പക്കാരായ തിരുത്തൽവാദികളാണ്, കോൺഗ്രസിലെ തിരുത്തൽവാദികളെ കസേരയിൽ നിന്ന് പിടിച്ച് താഴെ ഇറക്കിയതേ. അന്ന് മുതൽ ഞാൻ കെ കരുണാകരനോട് ചേർന്നു. രാഷ്ട്രീയമായിട്ടല്ല, വ്യക്തിപരമായിട്ട് സൗഹൃദത്തിന് വേണ്ടി. അന്ന് മുതൽ കാരണം ഇതൊന്നും ശരിയായ രാഷ്ട്രീയമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ രാഷ്ട്രീയ നിലപാടെടുക്കുന്നത്. അത് പത്രക്കാർക്കും ഞാൻ ചോദിക്കട്ടെ, പത്രക്കാർക്ക് ഒരു രാഷ്ട്രീയം വേണ്ടേ? ഇപ്പോൾ ഒരു പത്രത്തിൽ എല്ലാവർക്കും അഭിപ്രായമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പത്ര സ്വാതന്ത്ര്യം ലോകം മുഴുക്കുകയും കുട്ടിഘോഷിക്കുന്ന ഒരു പദപ്രയോഗമാണ് പത്ര സ്വാതന്ത്ര്യം. ഒരു പത്രത്തിൽ മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി, News 18 എന്ന ചാനൽ എല്ലാവരും ഓരോ റിപ്പോർട്ടറും ഓരോ തരത്തിൽ എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഒരു രാഷ്ട്രീയം വേണം. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു രാഷ്ട്രീയം വേണം ഹരി. അതിനൊരു സമീകൃതമായ രാഷ്ട്രീയം വേണം. അതിനകത്ത് ഒരു ഏകീകൃതമായ രാഷ്ട്രീയം വേണം. തോന്നിയ പാടെയൊന്നും വർത്താനം പറയാൻ ആർക്കും സ്വാതന്ത്ര്യമില്ല, ഒരാൾക്കും സ്വാതന്ത്ര്യമില്ല. മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. കേരളത്തിൽ തോന്നിയ പോലെ ആരാണ് വർത്തമാനം പറഞ്ഞത്? അതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. സതീശൻ പിണങ്ങാനുള്ള കാരണവും വേറെ അല്ല, മറിച്ചൊന്നല്ല. അല്ല, ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ അല്ലേ, അല്ലാതെ ക്ഷണിച്ചിട്ട് പോകാത്തതല്ല. എനിക്കതറിയത്തില്ല. ഞാൻ അതിലേക്ക് കടന്നിട്ടില്ല. എനിക്ക് ആ കുടുംബമായിട്ടൊക്കെ വളരെ എത്രയോ വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്. എനിക്ക് ആ വിഷയത്തിൽ ശ്രീ പണിക്കർ, ഹരി ഇവിടെ പറഞ്ഞതിനോട് താങ്കൾ എങ്ങനെയാണ്, താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? അവിടെ പ്രോട്ടോകോൾ അനുസരിച്ച്, പാർട്ടി പ്രോട്ടോകോൾ അനുസരിച്ച് KC വേണുഗോപാലാണ് സതീശന്റെ മുകളിലെന്ന്. അതുകൊണ്ട് പുതുപ്പള്ളിയിൽ വന്നാൽ, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സ്മൃതി ദിനത്തിൽ KCക്കാണ് പ്രാധാന്യം കിട്ടേണ്ടത് എന്ന്. അത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങനെ ഒരു പ്രോട്ടോകോള് പാർട്ടിക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതേ ട്രീറ്റ്മെൻറ്റ് KC വേണുഗോപാലിന് എല്ലാ സ്ഥലത്തും അത് അക്കോർഡ് ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ നമ്മളെങ്ങും കാണുന്നില്ല. ശ്രീജിത്തിന് അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ അദ്ദേഹം ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ വന്നാൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെയായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. അല്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഈ 63 പേരിൽ 48 പേരും KC വേണുഗോപാലിന്റെ പേരെഴുതി കൊടുത്തത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതിനാണ് നമ്മൾ ലോയലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ലോയലിസ്റ്റുകൾ എങ്ങനെയായിരിക്കും? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ രാജു പി നായരോട് ചോദിച്ചു കഴിഞ്ഞാൽ രാജു പി നായർ അത് VD സതീശനാണെന്ന് പറയും. അത്രേ ഉള്ളൂ. അല്ലാതെ പാർട്ടിക്ക് അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇല്ല. അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ, പ്രോട്ടോകോൾ എന്ന് പറയുന്നത് റെക്കോർഡഡ് ആണല്ലോ, അത് എഴുതി വെച്ചിരിക്കുന്നതാണല്ലോ. അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ശ്രീഹരിക്ക് കാണിക്കാനായിട്ട് കഴിയുമോ?
കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടത്തുമ്പോൾ, കോൺഗ്രസിന്റെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിൽ അവിടെ മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസിന്റെ ആളുണ്ടെങ്കിലും അയാളേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി അവിടെ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണ് അവിടെ വരേണ്ടതെന്ന്. ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനത്തിന്റെ വലിപ്പം നമ്മളിപ്പോൾ KC വേണുഗോപാൽ അതായതിനു ശേഷമാണ് ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? അതിന് തൊട്ട് മുമ്പ് KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആകുന്നതിന് തൊട്ട് മുമ്പ് ആരായിരുന്നു? പറയോ? ശ്രീ ഹരി പറയൂ, ശ്രീ മഞ്ജുഷ് പറയൂ. ഈ മുഖ്യമന്ത്രിയെക്കാളി വലിയ ആളല്ലേ? പറയൂ ആരായിരുന്നു ഒന്ന് പറയാമോ? എന്റെ സമയം എടുത്തോളൂ, പറയൂ. അഹമ്മദ് പട്ടേൽ ആയിരുന്നു ആദ്യം. അല്ല, അഹമ്മദ് പട്ടേൽ KC വേണുഗോപാൽ അഹമ്മദ് പട്ടേൽ എനിക്ക് പറയാം. അതിന് മുമ്പുള്ള ആളുകൾ ഞാൻ പറഞ്ഞ ആളുകളെയൊക്കെ KC വേണുഗോപാലിന് തൊട്ട് മുമ്പുള്ള ആരാ? അഹമ്മദ് പട്ടേൽ ആയിരുന്നു. നീ അല്ല, അഹമ്മദ് പട്ടേൽ KC വേണുഗോപാൽ ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗുലാം നബി ആസാദ് ഉണ്ടായിരുന്നു, അഹമ്മദ് പട്ടേൽ ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് KC വേണുഗോപാലിന്, ഞാൻ പറഞ്ഞത് എന്റെ ഓർമ്മയിൽ അല്ലല്ല, എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുകയാണ്, എന്റെ ഓർമ്മയിൽ നിന്ന് പറയാണ് തെറ്റായിരിക്കാം, കാരണം ഞാൻ അതിന് പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരുപക്ഷെ KC വേണുഗോപാൽ വരുന്നതിന് മുമ്പ് അത് അശോക് ഗെഹ്ലോട്ടായിരുന്നു. അതെ, കറക്റ്റ് ആണ്. ഞാൻ പറയുന്നത് എവിടെയെങ്കിലും അശോക് ഗെഹ്ലോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയേക്കാൾ വലുതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഓണസ്റ്റ്ലി. ശ്രീത്ത് പറഞ്ഞതുപോലെ അങ്ങനെയില്ല. അല്ല ശ്രീത്തെ, ഞാൻ ഈ പറഞ്ഞ ഒരു മിനിറ്റ് ഒന്ന് വഴങ്ങിയ ഞാൻ വഴങ്ങിക്കോളാം. ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കും. അങ്ങ് പറഞ്ഞത് ദ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആൾ, ഞാൻ പറഞ്ഞ ആളുകളൊക്കെ തന്നെ അവരെല്ലാം സംഘടനാ ചുമതല വഹിച്ചിരുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഈ അഹമ്മദ് പട്ടേൽ ആണെങ്കിലും അതോടൊപ്പം തന്നെ ഗുലാം നബി ആസാദ് ആണെങ്കിലും താങ്കൾ പറഞ്ഞ ഇപ്പോൾ മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്നു, അവരെല്ലാം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവരെല്ലാം ഞങ്ങളുടെ പല പ്രോഗ്രാമുകളിൽ, ഇപ്പോൾ ഞാൻ ശ്രീത്ത് ഞങ്ങളുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, ശ്രീത്ത് പാർട്ടി ഒരു രാഷ്ട്രീയ നിരീക്ഷണം മാത്രമാണ്. ഞങ്ങളുടെ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഞാൻ പറയട്ടെ, ശ്രീമതി സോണിയാഗാന്ധി UP-യുടെ ചെയർപേഴ്സൺ ആയിരുന്നു. താങ്കൾക്കറിയാമല്ലോ, UP-യുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ പല പരിപാടികളിലും AICC-യുടെ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ പോലും മാഡമാണ് പലപ്പോഴും ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനൊരു പ്രോട്ടോകോൾ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ പ്രോട്ടോകോൾ, ഞാൻ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രോട്ടോകോളാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ പരിപാടികളിൽ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ, പാർട്ടിയുടെ പഴയ ചിന്തൻ ശിവറുകളടക്കം പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ, അവിടുത്തെ പ്രോട്ടോകോൾ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പരിപാടി നടക്കുമ്പോൾ KPCC-യുടെ പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ KPCC പ്രസിഡന്റ് ആയിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുന്ന, ഒരു സംശയമോ കാര്യത്തിൽ വേണ്ട. KPCC-യുടെ പ്രസിഡന്റാണ്. അത് ഏത് പരിപാടിയാണ് നടക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഗവൺമെന്റ് പ്രോഗ്രാം ആണെങ്കിൽ KPCC പ്രസിഡന്റ് വിളിച്ച് ഉദ്ഘാടനം ചെയ്യിക്കില്ല, പാർട്ടിയുടെ പരിപാടിയാണ്. അപ്പോൾ പൊതുപ്പള്ളിയിൽ നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത് നോക്കൂ, പാർട്ടി പരിപാടി കേൾക്കും. അവിടെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നടത്തുന്ന പരിപാടി അവർ ക്ഷണിച്ചിരിക്കുന്നത് ആരെയാണ്? അവർ ക്ഷണിച്ചിരിക്കുന്നത്, ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിരിക്കുന്നത് ശ്രീ KC വേണുഗോപാൽ സംഘടനാ ചുമതല. കാരണം മുഖ്യമന്ത്രിയെ അടുപ്പിക്കുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറഞ്ഞു. പറഞ്ഞോളൂ ശ്രീത്തെ പ്ലീസ്. ഹരി, ഇനി ഞാൻ പറയാം. ശ്രീ ഹരി, അപ്പോൾ അങ്ങനെയാണെങ്കിലുള്ള പ്രശ്നം, താങ്കൾ ഇതുവരെ പറഞ്ഞു വന്നതെല്ലാം AICC-യുടെ കാര്യങ്ങളെക്കുറിച്ചാണ്, KPCC-യുടെ കാര്യങ്ങളെക്കുറിച്ചാണ്. അവരല്ലല്ലോ നമ്മുടെ ഈ പുതുപ്പള്ളിയിലെ പരിപാടി നടത്തുന്നത്. അപ്പോൾ പിന്നെ അവിടെ എന്താണ് KC വേണുഗോപാലിനുള്ള റോൾ എന്താ? അല്ല, അത് നിങ്ങൾ ആ സംഘടനയോട് ചോദിക്കണം. സംഘടിപ്പിക്കുന്ന സംഘടനയോട് അവര് ആരെയാണ്? ആളുകളെ വിളിക്കാൻ പറ്റും, അവർക്ക് അവരെ ഇഷ്ടമുള്ള ആളുകളെ വിളിക്കുന്നേ. ഒരു സെക്കൻഡ്, ഞാൻ പറയാം. ഹരിയുടെ വാദത്തിലെ പ്രശ്നം ഞാൻ പറയാം. ശ്രീ ഹരിയുടെ വാദത്തിലെ പ്രശ്നം ഞാൻ പറയാം. പറയൂ. എന്തുകൊണ്ടാണ് അവിടെ KC വേണുഗോപാൽ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ സംഘടനയോട് ചോദിക്കണമെന്ന് ശ്രീ ഹരി ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ. പക്ഷേ ശ്രീ ഹരി പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട്, അതിൽ മുഖ്യമന്ത്രിക്ക് മുകളിലാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നാണ്. എന്ന് വെച്ചാൽ അതൊരു KPCC-യുടെ പരിപാടിയാണ് എന്ന മട്ടിൽ ആ പ്രോഗ്രാമിൽ ക്ഷണിതാവായിട്ട് ശ്രീ KC വേണുഗോപാൽ വന്നതിനെ ന്യായീകരിച്ച ആളാണ് ശ്രീഹരി. എന്നാൽ അത് KPCC-യുടെ പരിപാടിയല്ല എന്ന് പറയുമ്പോഴാണ് അവരോട് ചോദിക്കണമെന്ന് പറഞ്ഞത്. ഇത് രണ്ടും കൂടെ ഒന്നും പോലും അല്ല. അങ്ങനെയല്ലെന്ന് എനിക്ക് അതിനകത്ത് ക്ലാരിറ്റി കുറവില്ല ശ്രീ. എനിക്കതിനകത്ത് ക്ലാരിറ്റി കുറവില്ല. അങ്ങനെയാണെങ്കിൽ ശ്രീ ഹരി പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ, ശ്രീ മഞ്ജുഷ്, ശ്രീ ജേക്കബ് ജോർജ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിബി മഹാരാജാവിനേക്കാൾ വലിയ ത്യാഗിയാണ് KC വേണുഗോപാൽ എന്നാണ്. അതായത് ഒരു സംസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ചെന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പ്രോട്ടോകോളാൽ റിസീവ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരാളാണ് KPCC സംഘടനാ ജനറൽ സെക്രട്ടറി എങ്കിൽ ആ സ്ഥാനം, ആ വലിയ സ്ഥാനം ത്യജിച്ച് ഈ ചെറിയ സ്ഥാനത്തിന് വേണ്ടിയിട്ട് മാത്രം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ആഗ്രഹിച്ച KC വേണുഗോപാൽ ഷിബി മഹാരാജാവിനേക്കാൾ വലിയ ത്യാഗിയാണ്
എന്ന് ഞങ്ങൾ ഇനി പറയും. അല്ല, അപ്പൊ അതുകൊണ്ട് അതെ, ആ അതൊരു സംഘടനയുടെ അതിനേക്കാൾ സ്ഥാനത്ത് വലിയ നിന്ന് ഒരു- അല്ല, അതിനേക്കാൾ വലിയ വിഷയം. അല്ലല്ല, അതൊരു ഹരി. മറ്റൊരു വിഷയം. അതൊരു ശ്രീഹരി, മറ്റൊരു വിഷയമാണ് ശ്രീഹരി, ഞാൻ താങ്കൾ പറയട്ടെ. പറയുന്നത്. അത് ശ്രീഹരി, താങ്കൾ സാധാരണ അല്ല, ശ്രീഹരി സാധാരണ ഇങ്ങനെ ഇടപെടുന്ന ആളല്ല. ശ്രീജിത്തിന്റെ ശ്രീഹരി വാദം ജയിക്കാൻ ശ്രീജിത്ത് അതിനെ ശ്രീഹരി, കണക്ട് ചെയ്തിട്ട് അല്ലല്ല, കാര്യമില്ല. അല്ലല്ല. ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രീഹരി, സിമ്പിൾ ആണ്. നോക്കൂ, ശ്രീഹരി, ശ്രീജിത്ത് ഒരുപാട് താങ്കൾ- പരിപാടികൾക്ക് പോകുന്ന ആളാണ്. ഒരു ശ്രീഹരി. മിനിറ്റ് കേക്ക്. ശ്രീജിത്ത് ഒരുപാട് പരിപാടികൾക്ക് പോകുന്ന ആളാണ്. ശ്രീജിത്തിനെ ഒരു സംഘടന ഉദ്ഘാടകനായിട്ട് ക്ഷണിച്ചു. അത് ആരുടെ റൈറ്റ് ആണ്? അവരുടെ മാത്രം റൈറ്റ് ആണ്. എനിക്ക് തീരുമാനിക്കാൻ പറ്റും. മറ്റേ ശ്രീജിത്തിനെ വിളിക്കാൻ പറ്റത്തില്ല. ഇത് ഇന്ന ആളെ തന്നെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറയാൻ ആയിക്കോട്ടെ. പറ്റില്ല. അപ്പൊ അത് പക്ഷെ പറ്റത്തില്ല. അന്നേരം അപ്പം ഇല്ല. അതുപോലെ നോക്കൂ, പുതുപ്പള്ളിയിലെ ഹരി. പരിപാടി നടത്തുന്ന സംഘടന ഉമ്മൻചാണ്ടി ഇദ്ദേഹത്തെ ഫൗണ്ടേഷൻ ക്ഷണിച്ചു എന്ന്. ഞാനിപ്പോ എന്താ കുറവുള്ളതാ നിങ്ങൾ ചോദിക്കുന്നത്? അതിനകത്ത് മുഖ്യമന്ത്രി ഞാൻ പറയുന്നത് ചാണ്ടി ഉമ്മനാണ് ഹരി, ക്ഷണിക്കേണ്ടത്. ഞാൻ പറയട്ടെ. ആ. ഹരി, ഞാൻ പറയട്ടെ. ഓ, കേൾക്കാം, ശ്രീഹരി, ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. അതായത് അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, ശ്രീജിത്തിനെ വിളിക്കുന്നുണ്ടോ വിളിക്കുന്നില്ലയോ അത് അവരുടെ താല്പര്യം. പക്ഷെ അപ്പോ ഒരാളും അവിടെ വന്നിട്ട് അവിടെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ പ്രോട്ടോകോൾ ഇതാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കില്ല. ഇത് രണ്ടും കൂടി ഇവിടെ പോവില്ല ശ്രീഹരി. ഒന്നുകിൽ താങ്കൾ പറഞ്ഞിരിക്കുന്ന പാർട്ടിയുടെ പ്രോട്ടോകോൾ, അതല്ല എങ്കിൽ ആ സംഘടനയുടെ ചോയ്സ്. ഇവിടെ ആ രണ്ടാമത്തെ കാര്യമാണ് സംഘടനയുടെ ചോയ്സ്. താങ്കൾ വെറുതെ ഇതുവരെ കെ.സി. വേണുഗോപാലിന്റെ മഹത്വത്തിനെ കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു. അങ്ങനെ പറയേണ്ടുന്ന കാര്യമേ ഇവിടെ അല്ല, ഇതിനകത്ത് ശ്രീജിത്ത് മറ്റൊരു കാര്യം കൊണ്ട് കേട്ടോ. പുതുപ്പള്ളിയിലെ അല്ല, ഹരി, സംഘാടകർ എന്ന് പറയുന്നത് പുതുപ്പള്ളി കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയും പുതുപ്പള്ളി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ പരിപാടി. എന്റെ ചോദ്യം അതാണ്. അതായത് ഇന്ന് പ്രതികരിച്ചിരിക്കുന്ന ശ്രീ ചാണ്ടി ഉമ്മൻ പറഞ്ഞിരിക്കുന്നത് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ നിന്ന് മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനെ ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. എന്താണ് ശ്രീ ഹരി അതിന്റെ അർത്ഥം? അദ്ദേഹത്തിനെ ക്ഷണിച്ചിരുന്നു, അദ്ദേഹം അസൗകര്യം കാരണം. ഒരു സെക്കൻഡ് ഹരി, അങ്ങയുടെ അവസരത്തിൽ പറയൂ. ഞാൻ ചോദിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തിനെ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണോ? ആ ക്ഷണം കിട്ടിയതിന് ശേഷം അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു എന്നാണോ? അതോ ക്ഷണിച്ചിട്ടുണ്ട് എങ്കിലും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളിൽ അദ്ദേഹത്തിനെ ഒഴിവാക്കിയെന്നാണോ? ഇനി ഞാൻ രണ്ടാമത് വേറൊരു ഇൻസിഡന്റ് കൂടി പറയാം. ഇതിപ്പോ ഒരു പാർട്ടിയുടെ സംഘടനയുടെ പാർട്ടിയുമായി അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സംഘടനയും അവിടുത്തെ ബൂത്ത് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റിയൊക്കെ ആണല്ലോ ചെയ്യുന്നത്. ജയ്ഹിന്ദ് TV കുറച്ച് മുമ്പേ കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത അവരുടെ ഓൺലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ ആണല്ലോ, വേറെ ആരെയല്ല കോട്ട് ചെയ്യുന്നത്. അതിൽ നാളെ ജൂലൈ 18-ാം തീയതി രാവിലെ 9:30 KPCC ആസ്ഥാനത്ത് നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം പറയുന്നത് KPCCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനലാണ്. അതായത് AICC സംഘടനാ ജനറൽ സെക്രട്ടറി പോലെ തന്നെ വളരെ പ്രാധാന്യം കേരളത്തിൽ കിട്ടേണ്ടുന്ന ഒരാളാണല്ലോ KPCCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ. അദ്ദേഹം പറയുന്നത് അവിടെ സർവ്വമത പ്രാർത്ഥനയുണ്ട്, പുഷ്പാർച്ചനയുണ്ട്, അതിനുശേഷം അവിടെ ഒരു അനുസ്മരണ സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പങ്കെടുക്കും. അദ്ദേഹമാണ് കേരളത്തിലെ വലിയ ആൾ, നമുക്കറിയാം. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്, മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്, MP-മാരും MLA-മാരും മറ്റ് ലോക്കൽ ബോഡി ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള ആൾക്കാരും KPCCയുടെ ഭാരവാഹികളും പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് KPCC നടത്തുന്ന പരിപാടിയാണ്. സതീശന്റെ പേര് പറയുന്നില്ല, മന്ത്രിമാരെന്നേ പറയുന്നുള്ളൂ, മുഖ്യമന്ത്രിയുടെ പേര് എവിടെയും പറയുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അവിടെ മുഖ്യമന്ത്രിയുടെ പേരില്ലാത്തത് എന്നതിനെക്കുറിച്ച് താങ്കൾക്കൊരു വ്യൂ ഉണ്ടോ? ഒന്ന്. രണ്ട്, ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് KPCCയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം വന്നോട്ടെ, കുഴപ്പമില്ല. സംഘടനാ ജനറൽ സെക്രട്ടറി KPCCയുടെ മാറി നിന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ചോദ്യം, മന്ത്രിമാർ വരും എന്ന് അദ്ദേഹം പറയുമ്പോൾ മുഖ്യമന്ത്രിയെ പറ്റി പറയുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി ഏത് ചടങ്ങിലാണ് പങ്കെടുക്കുന്നത്? അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്നാണോ? അദ്ദേഹത്തെ അവഗണിക്കുകയാണോ? അതോ അദ്ദേഹം ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ? ഇത് പറയണ്ടേ? ഇത് ആരും പറയുന്നില്ല ശ്രീഹരി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ വേറെ പ്രോട്ടോകോൾ ഇല്ലല്ലോ. അതായത് കെ.സി. വേണുഗോപാൽ വരുന്നില്ല ഈ തിരുവനന്തപുരത്തെ പരിപാടി, കാരണം അദ്ദേഹം പുതുപ്പള്ളിയിലാണ്. അപ്പോൾ നാളെ രാവിലെ 9:30 നടക്കുന്ന KPCC ആസ്ഥാനത്ത് നടക്കുന്ന ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ജയ്ഹിന്ദ് TV കൊടുത്തിരിക്കുന്ന ഈ വാർത്തയിൽ എന്തുകൊണ്ടാണ് നെയ്യാറ്റിൻകര സനൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മറുപടി വേണ്ടേ? അതാണ് എനിക്ക് പറയാം. രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്നാമത്തെ കാര്യം, ഇത് ഒരു വാർത്ത കൊണ്ട് മാത്രമാണ് ശ്രീജിത്ത് ഇതിലേക്ക് പറയുന്നത്. ഞങ്ങളൊക്കെ ആ പരിപാടികളിൽ വർഷങ്ങളായി സ്ഥിരം ഇത്തരത്തിലുള്ള അനുസ്മരണ പരിപാടികൾ, ഇത് മാത്രമല്ല, ഇന്നലെ അനുസ്മരണം ഉണ്ടായിരുന്നു, മെനഞ്ഞാന്നും അനുസ്മരണം ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അനുസ്മരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആ അനുസ്മരണങ്ങൾ ഒന്നും തന്നെ ഇന്നയാൾ ഉദ്ഘാടകൻ ആരാണോ അവരുടെ പേര് മാത്രമേ സാധാരണഗതിയിൽ ഞങ്ങൾ കൊടുക്കാറുള്ളൂ.
ബാക്കിയുള്ള മന്ത്രിമാർ ഞങ്ങൾക്ക് ഒരുപാട് മന്ത്രിമാർ ഇപ്പോൾ ഉണ്ട്. ഒരുപാട് വളരെ വിചിത്രമായ പ്രോട്ടോകോൾസ് ആണ്. അല്ല ഒരു മിനിറ്റ്, അത് മുഖ്യമന്ത്രിയുടെ പേര് കൊടുക്കില്ല. മുഖ്യമന്ത്രി വേണമെങ്കിൽ ഏതെങ്കിലും സമയത്ത് വന്നു പൊയ്ക്കോട്ടെ. അല്ല അങ്ങനെയല്ല, ഒന്നുകിൽ നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കും, അത് അല്ലാതെങ്കിൽ ഇടപെട്ടിട്ട് വല്ല കാര്യമുണ്ട്. ഞാൻ അതുകൊണ്ടല്ല കേട്ടിരുന്നത്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് സംവിധാനത്തിനകത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ അത് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രോട്ടോകോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ മുകളിൽ ആരാണുള്ളത്? KPCC പ്രസിഡന്റാണ്. അതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് AICC പ്രസിഡന്റ് നാളെ ഇവിടെ ഉമ്മൻചാണ്ടി പരിപാടി വന്നു നോക്കട്ടെ. നാളെ ഈ പരിപാടിയിൽ ശ്രീ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്ന ഇതേ പരിപാടിയിൽ താങ്കൾ പറയുന്നു, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, AICCയുടെ പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ നാളെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു എന്ന് വിചാരിക്കട്ടെ. ആരായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത്? അദ്ദേഹം ആയിരിക്കും ഉദ്ഘാടനം ചെയ്തത്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുമെന്ന്? ആരും അറിയാതെ ചുമ്മാ മല്ലികാർജ്ജുൻ ഖാർഗെ കഥ തുറന്നും കയറി വരുന്നൊന്നുമില്ലല്ലോ. ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ ക്ഷണിക്കണ്ടേ? ഹരി, താങ്കൾ ഈ പറയുന്നത് CI ഇരിക്കുന്ന ഓഫീസിൽ DYSP വന്നു കഴിഞ്ഞാൽ അവിടെ ആരിരിക്കും എന്നുള്ള ചോദ്യം പോലെയാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടുത്തെ ചോദ്യം DYSP വന്നു കയറുന്നത് പോലെ വരുന്നതല്ല. മല്ലികാർജ്ജുൻ ഖാർഗെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ചുമ്മാ ഒരു ദിവസം വന്നിട്ട് ഹലോ ഗുഡ് മോർണിംഗ്, ഞാൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഞാൻ ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് പറയുമോ? ഇല്ല. ആരാണ് ഉദ്ഘാടകനായിട്ട് ക്ഷണിക്കുന്ന ആരാണ്? ഈ പരിപാടി നടത്തുന്ന ആളാണ്. അവര് ക്ഷണിച്ചത് ശ്രീ KC വേണുഗോപാലാണ്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? തിരുവനന്തപുരത്തെ പരിപാടിയിലായിരിക്കും പങ്കെടുക്കുന്നത്. ശ്രീജിത്ത് ഇങ്ങനെ പറയുന്നത് വെറുതെ ഒന്നുമല്ല ന്യായീകരിക്കുന്നത്. ഞാൻ പാർട്ടിയുടെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ആയിരിക്കാം. രാഷ്ട്രീയ നിരീക്ഷകർ താങ്കൾ ഈ പുറത്തു വാർത്തകളൊക്കെ പറയുന്നത് ഞങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുകയും ഞങ്ങൾക്ക് അതിനകത്തുള്ള KPCCയുടെ വക്താവല്ലേ ഹരി? താങ്കൾ KPCCയുടെ വക്താവല്ലേ ഹരി? ഒരു സെക്കൻഡ് ഹരി, താങ്കൾ KPCCയുടെ വക്താവല്ലേ? താങ്കൾ ആ സംഘടനയുടെ വക്താവായിട്ട് സംസാരിക്കരുത്. ഞാൻ പറയുന്നത് ആ സംഘടന അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വിളിച്ചെങ്കിൽ അത് KPCCയുടെ പ്രോട്ടോകോൾ പറഞ്ഞ എന്തിനാണ് എന്റെ ചോദ്യം. അല്ല, KPCC നേരത്തെ പറഞ്ഞു കേട്ടില്ലേ ആരൊക്കെയാണെന്നത്? സംഘടന മാത്രമല്ലെന്ന്. അതിനകത്ത് അവിടുത്തെ പുതുപ്പള്ളി നിയോജക മണ്ഡലം കോൺഗ്രസ് എന്താ മുഖ്യമന്ത്രി ഇല്ലാത്ത? മുഖ്യമന്ത്രി ആ പരിപാടി വിളിക്കണമെന്നൊരു നിർബന്ധമില്ലെന്ന്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വിമർശനം ഉന്നയിച്ച ആളാണ് VD സതീശൻ. ഞങ്ങൾക്ക് ആ പരിപാടിയുള്ളവർക്ക് നിർബന്ധമില്ല. പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? അദ്ദേഹത്തിന് വേറെ പരിപാടി പങ്കെടുക്കുന്നു. ഇപ്പൊ ഒരേ പരിപാടിയിൽ രണ്ടുപേരെ വിളിച്ച് അവിടെ നിർത്തണം എന്നൊരു ഒരു ആവശ്യമില്ല. അദ്ദേഹത്തിന് വേറെ ഒരുപാട്. എന്തായാലും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ സ്മൃതി ദിനത്തിൽ VD സതീശൻ അവിടെ വേണ്ട. ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, VD സതീശൻ എന്തൊക്കെയാണെങ്കിലും കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർക്ക് അന്യനായിരിക്കുന്നു. അത് നന്നായിട്ട് അറിയാം VD സതീശന്. കാരണം അദ്ദേഹം ബുദ്ധിമാനാണ്, അദ്ദേഹം നന്നായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുന്നയാളാണ്, രാഷ്ട്രീയം നന്നായിട്ട് മനസ്സിലാക്കുന്നയാളാണ്. അതിൻ്റെ ഈ ചർച്ച, ഈ 1 മണിക്കൂർ ചർച്ച തന്നെ അതിന് ഉത്തമ ഉദാഹരണമാണ്. നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മേശപ്പുറത്തുണ്ട്. രണ്ടാമത്തെ കാര്യം പ്രധാനപ്പെട്ടത്, ഇങ്ങനെ പോയാൽ കോൺഗ്രസ് ഈ ഭരണം 10 വർഷത്തിന് ശേഷം കയ്യിൽ കിട്ടിയ ഈ ഭരണം എവിടെ കൊണ്ട് കളയും എന്ന എൻ്റെ ഒരു ചോദ്യം ഞാൻ കേരള സമൂഹത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എൻ്റെ ചോദ്യം മാത്രമേ ഉള്ളൂ. ഉത്തരം കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയം നമുക്ക് തരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം താൻ അന്യനായി കഴിഞ്ഞു എന്നുള്ള കാര്യം VD സതീശൻ മനസ്സിലാക്കി കഴിഞ്ഞു. അദ്ദേഹം കൂർമ്മബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം പടവെട്ടി തന്നെ മുന്നോട്ട് പോകുമെന്ന് താങ്കൾ കരുതുന്നില്ലേ? അങ്ങനെ ഒരു തമാശ പറയാം. ഈ ചർച്ച കണ്ടാൽ ശ്രീ VD സതീശൻ ശ്രീ ഹരിക്കിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കുമെന്ന് തോന്നുന്നു. അതെ, ഞാൻ നാളെ അങ്ങനെയാണെങ്കിലേ ഞാൻ നാളെ മുഖ്യമന്ത്രി രാവിലെ കണ്ടിട്ട് ഞാൻ അല്ലല്ല, ഞാനേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത്തരത്തിലൊന്നും ശ്രീ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ചെറുതാക്കാൻ ശ്രമിക്കരുത്. സങ്കുചിത മനോഭാവമുള്ള ഒരാളാണെന്ന് വരുത്തി തീർക്കാനുള്ള നിങ്ങളൊരു സമീപനത്തോടൊന്നും ഞങ്ങൾ പാർട്ടി എന്ന നിലയിൽ ചിന്തിക്കുന്ന ആളുകളൊന്നുമല്ല. ശ്രീത്തെ അങ്ങനെയാണെങ്കിൽ
PM അല്ല, നിയാസിന് അപ്പോയിന്റ്മെന്റ് കൊടുത്തില്ല എന്ന് PM പറഞ്ഞുകൊണ്ട് നിയാസിന് അദ്ദേഹത്തിന് appointment ചെറുതാക്കാൻ നോക്കുന്നത് കൊടുക്കുകയും കോൺഗ്രസ്സുകാരല്ലേ? തന്നെ അങ്ങനെ അദ്ദേഹത്തിന്റെ അല്ല, prerogative അങ്ങനെയാണെങ്കിൽ കാര്യമാണ്. GV ഹരിയും കൊണ്ട് സെക്രട്ടേറിയറ്റ് പോയി പാസ് എടുത്തോ എടുക്കാതെയോ എന്നെ അവിടെ കയറ്റി വിടും. കയറി കാരണം 80 മുതൽ ഞാൻ സെക്രട്ടേറിയറ്റ് നിരങ്ങി അങ്ങനെ അവിടെ ആര് തടയാനാ? അപ്പൊ അവിടെ ജേക്കബ് കയറി ജോർജ് അതിനു മുമ്പ് ഈ ചർച്ച കാണിക്കണമെന്നേ, ഈ ചർച്ച കാണിച്ചു കൊടുക്കണം. ഞാൻ ഈ പറഞ്ഞത് ഇപ്പൊ ഈ ശ്രീധർ പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ ഇവിടെ ഇരുന്ന് മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് സംസാരിച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് ശ്രീധേ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് ശ്രീജിത്തും വരുന്നുണ്ടേ പോലെ കൂടെ പോലെ കാണാമല്ലോ, നേരിട്ട് കാണാമല്ലോ. ഞാൻ GV ഹരിയും കൂടെ സെക്രട്ടേറിയറ്റ് പോയി മുഖ്യമന്ത്രി VD സതീശിന്റെ എനിക്കിവിടെ കാണാനൊക്കെ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അദ്ദേഹത്തെ കയറി കാണും. GV ഹരി എന്റെ കൂടെ ഉണ്ട്. നന്ദി. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മുഖ്യമന്ത്രിക്കെതിരായ പാർട്ടിയിലെ വിമർശനങ്ങൾ ന്യായമോ? ന്യായമാണെന്ന് 57% പ്രേക്ഷകർ, അല്ല എന്ന് 39%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.